വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മാന്തമീൻ്റെ കറി നമുക്ക് നോക്കാം. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതിനായിട്ട് ആദ്യം നമുക്ക് മീൻ വെട്ടി വൃത്തിയാക്കി കഴുകി വെക്കാം. പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയാണ് വേണ്ടത്. പിന്നെ അപ്പം തന്നെ നമുക്ക് കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ തേങ്ങ അരച്ചതും വേണം. പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയാണ് ആവശ്യം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഓരോരുത്തർക്കും ഓരോ അളവായതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇടാം. ഇത് ചട്ടിയിലിട്ട ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചട്ടിയിലേക്ക് ഇടുക. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം കൈകൊണ്ട് നന്നായി മിക്സാക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് കൈകൊണ്ട് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിനുശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ മിക്സ് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് തള വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇടാം. മാന്തമീനിന് വേവ് വളരെ കുറവായതുകൊണ്ട് തേങ്ങ അരച്ചത് ഇട്ട ശേഷം നമുക്ക് മീൻ ഇട്ടാൽ മതി, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതൊക്കെ നന്നായി മിക്സ് ആയി കഴിഞ്ഞ് ചെറുതായി തള വരുമ്പോഴേക്കും തന്നെ നമുക്ക് മീൻ അതിലേക്ക് ഇടാം. ഇതാ നമ്മുടെ മിക്സിന് ചെറുതായി തള വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഞങ്ങൾ 2 പേർക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. വളരെ ചെറിയ മീനുമാണ് ഇത്. അത് കൂടുതൽ വേവില്ല, അല്ലെങ്കിൽ മാന്ത പെട്ടെന്ന് വെന്ത് കഴിയുന്ന മീനാണ്. മീനിട്ട ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മീനൊക്കെ നന്നായി കറിയിൽ മിക്സാക്കി ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായി മിക്സാക്കിയ ശേഷം അടച്ച് വെക്കാം. തള വരുമ്പോഴേക്ക് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതായത് നന്നായി മീനൊക്കെ വെന്തിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുമുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ കടുക് പൊട്ടിച്ചിടാവുന്നതാണ്. കറി എന്നിട്ട് നമുക്കിവിടെ അടച്ച് വെക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ കടുകിടാം. കടുകിൻ്റെ കൂടെ വേണമെങ്കിൽ ഉള്ളി ഇടാം. ഞാൻ ഇത്തവണ ഉള്ളി ഇടുന്നില്ല. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അത് കോരി കറിയിലേക്ക് ഒഴിക്കാവേ. ടേസ്റ്റ് നല്ല കൂടുതലായിരിക്കും. പിന്നെ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. വെളിച്ചെണ്ണ വേണ്ടാന്ന് തോന്നുന്നവർക്ക് ഇത് ഇട്ടില്ലെങ്കിലും കറി നല്ല ടേസ്റ്റാണ്. കടുക് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം. ചോറിന് നമുക്ക് ഈ കറി മാത്രം മതി. അടിപൊളി ടേസ്റ്റാണ്. ബാച്ചിലേഴ്സിനും നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ മീനുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അധികം ടൈമൊന്നും ആവശ്യമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.